ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ ഈ നാളത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. കാർത്തിക് പറയണ്ട്, അച്ഛൻ ആ രാഘവനെ വിശ്വസിച്ചിരുന്നോ? എൻ്റെ കാര്യത്തിന് ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെടണ്ടേ? എനിക്ക് അയാളെ വലിയ വിശ്വാസമൊന്നും ഇല്ല. അയാൾ കാണോ എനിക്ക് ഇങ്ങനെയൊക്കെ ആവേണ്ടി വന്നത്. അയാളുടെ വാക്കും ഒരു പഴയ ചാക്കും. അയാളുടെ വാക്ക് വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് ഇപ്പൊ എന്തായി? ആ അഡ്വക്കേറ്റ് അഞ്ജലി വീണ്ടും കോടതിയിലേക്ക് പോയി തുടങ്ങിയില്ലേ? ആ പത്മ രാജാജിനഗർ കോളനിയിലേക്ക് വീണ്ടും വന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാർത്തിക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാട്ടോ. മനുഷ്യ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും, അല്ലെങ്കിൽ അവൻ വിചാരിച്ച പോലെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് രാഘവേട്ടനൊന്ന് പോയി കാണ് എന്ന് സേതു പറയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറുപ്പിനെ കാണിച്ചിട്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നാളെ കാണിക്കാൻ പോണത് കുറുപ്പ് രണ്ടും കൽപ്പിച്ച് രാഘവനെ കാണാൻ വേണ്ടി കോടതിയിലേക്ക് പോവാട്ടോ. അപ്പൊ രാഘവനുണ്ണി കോടതി തന്നെയുണ്ട്. രാഘവനെ കാണുമ്പോൾ കുറുപ്പ്, എടോ രാഘവ, എന്തൊക്കെയാടോ ഈ നടക്കുന്നത്? എന്താ നടന്നത്? രാവിലെ ആയി ഞാൻ ദേ കോടതിയിലേക്ക് നടന്നു, വേറെ എന്ത് നടക്കാനാണ്? താനിങ്ങനെ തമാശയും പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണല്ലോ. തന്റെ മരുമകളുണ്ടല്ലോ, രണ്ടാമത്തെ മരുമകൾ ആ അഞ്ജലി, അവള് എന്തോ അടുക്കള വരാതെ തന്നെ നിൽക്കോന്നോ, അടുക്കള ജോലി ചെയ്ത് അവിടെ തന്നെ നിൽക്കോന്നോ എന്തൊക്കെയോ താൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായടോ? അവള് കോടതിയിലേക്ക് വീണ്ടും പോയി തുടങ്ങിയില്ലേ? അത് തന്റെ മൂക്കിന്റെ തുമ്പത്തുനിന്ന് തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോടോ? എടോ കുറുപ്പെ, ഞാൻ പറയണതൊന്ന് കേൾക്ക്. അവളന്ന് കോടതിയിൽ വന്ന കാര്യം എനിക്കറിയില്ലായിരുന്നോ? വീട്ടിലന്ന് പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ അവളുടെ മുമ്പിലേ. അതുകൊണ്ടിട്ടാണ് അവൾ കോടതിയിലേക്ക് വന്നത്. കോടതിയിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നും ഉണ്ടായില്ലേ? അപ്പൊ താൻ ഒന്നും അറിഞ്ഞില്ലേടോ? വേറെ എന്തറിഞ്ഞില്ലേന്ന്? എടോ, ആ പത്മ വീണ്ടും ലാൻഡ് ചെയ്തിട്ടുണ്ട് രാജാജി നഗർ കോളനിയിലേക്ക്. പത്മ വീണ്ടും രാജാജി നഗർ കോളനിയിലേക്ക് വന്നോ? അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? അത് തന്റെ രണ്ട് മരുമക്കളുണ്ടല്ലോ, അനുപമയും അഞ്ജലിയും, അവരുടെ വീടുണ്ടല്ലോ, ആ കോളനിയിലെ വീട്, അവിടെയാണ് ഇപ്പൊ ആ പത്മകുമാരി താമസിക്കുന്നത്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എടോ, താൻ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അത് അറിയാത്ത പോലെ ഭാവിക്കാണോ? എന്റെ കുറുപ്പെ, താൻ എന്നെ ഒന്ന് വിശ്വസിക്കടോ, എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ദേ, തനിക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ട്, കാർത്തിക്കിന് ഒന്നും സംഭവിക്കില്ല, അവനെ കോടതി ഒരു ശിക്ഷയും കൊടുക്കില്ല എന്ന് ഞാൻ തനിക്ക് തന്ന വാക്കാണ്. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അതേ ഈ വക്കീൽ കുപ്പായം അഴിച്ചു വെക്കും. എന്താ, അത് മതിയോ? എടോ, എൻ്റെ മോൻ ജയിലിലായിട്ട് താൻ വക്കീൽ കുപ്പായം അഴിച്ചു വെക്കാതിരുന്ന എനിക്ക് എന്താണ് ചെയ്ത? എൻ്റെ മോനല്ലേ ജയിലിലാവണത്. എടോ, അത്രയും ഉറപ്പുണ്ട് എനിക്ക്. അതുകൊണ്ടിട്ടാണ്. താൻ എന്നൊന്ന് വിശ്വസിക്കുക, താൻ സമാധാനത്തോടെ പോ. രാഘവ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ മോനിതിന് സംഭവിച്ച പിന്നെ ഞാൻ ഈ രീതിയിലേക്ക് തന്നോട് പെരുമാറുന്നത്. തന്നെ മാത്രമല്ല, തന്റെ ശംഖുചക്രം ഞാൻ അങ്ങനെ തന്നെ കത്തിക്കും. എടോ, ഞാൻ പറഞ്ഞില്ലേ താൻ സമാധാനത്തോടെ പോടോ എന്ന് പറയാണ്. അതിനുശേഷം കുറുപ്പ് അവിടെ നിന്ന് പോകണ്ട്. രാഘവന്റെ ആകെ ടെൻഷൻ ആവാട്ടോ. ഈ പത്മന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പത്മ കേസ് താൻ തോറ്റുപോകും. അങ്ങനെയാണെങ്കിൽ അഞ്ജലിയുടെ മുമ്പിൽ, കുറുപ്പിന്റെ മുമ്പിൽ തനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല എന്ന് രാഘവനുണ്ണിക്ക് മനസ്സിലാവാട്ടോ. രാഘവനുണ്ണി നേരെ വീട്ടിലേക്ക് പോവാണ്. അതേസമയം അഞ്ജലിയും അതുപോലെ തന്നെ ജാസ്മിനും തമ്മിൽ കൂട്ടാവാട്ടോ. ജാസ്മിൻ്റെ അടുത്ത് അഞ്ജലി പറയണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ടെൻഷൻ ആവേണ്ട, ഞാൻ കൂടെ തന്നെയില്ലേ. എനിക്കറിയാം കോടതിയിൽ മുഖാമുഖം നിൽക്കേണ്ടത് ഇത്രയും നാളെ ജോലി ചെയ്തിരുന്ന രാഘവനുണ്ണിയുടെ കീഴിലാണ് ജാസ്മിൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സ്വന്തം തന്റെ സീനിയറിനോട് പുറകിൽ നിന്ന് കുത്തണ പണി പോലത്തെ ഒരു ഫീലൊക്കെ ജാസ്മിന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട. കാരണം നിങ്ങളെ കൂടെ നിർത്തി അയാള് ഭയങ്കര ചെറ്റപ്പണിയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് തുച്ഛമായ സാലറി തന്ന് അയാൾക്ക് എടുക്കേണ്ട പണിയെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. തെളിവടക്കം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പൊ അതൊന്നും വേണ്ട. എൻ്റെ നല്ലൊരു സുഹൃത്തായിട്ട് ജാസ്മിൻ എൻ്റെ കൂടെ നിൽക്കാം. തരക്കേടില്ലാത്തൊരു ശമ്പളം ഞാൻ തരും. കൂടെ നിന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി എല്ലാ കേസും തെളിയിക്കാം. എന്തായാലും ഈ പത്മ കേസ് ഞാൻ തന്നെ ജയിക്കും. അതിലൊരു പങ്ക് ഞാൻ ജാസ്മിനും തരും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് കേസ് വരും. അതിനെനിക്ക് വരാൻ പറ്റത്തേക്ക അവസ്ഥ ഉണ്ടെങ്കിൽ ജാസ്മിൻ വേണം കേസ് അറ്റൻഡ് ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിനും അത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ജാസ്മിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ അഞ്ജലി ശംഖുചക്രത്തിലേക്ക് വരുവാട്ടോ. ജാസ്മിനെ അവിടെ സംസാരിക്കാനായിട്ടാട്ടോ വരുന്നത്. ആ സമയത്ത് തന്നെ രാഘവനുണ്ണിയും അവിടെ എത്തണത്. രാഘവനുണ്ണി നോക്കുമ്പോഴേക്കും ജാസ്മിനും അഞ്ജലിയും കൂടി സ്കൂട്ടിയിൽ ഇങ്ങനെ വരുവാട്ടോ. ഇതാര്? ജാസ്മിനോ? എന്താടി പെണ്ണെ, നീ ഇവളുടെ കൂടെ വന്നത്? അതെ, രാഘവനുണ്ണി സാറിനെ കാണാൻ വേണ്ടിയിട്ടല്ല ജാസ്മിൻ വന്നത്, എൻ്റെ സുഹൃത്തായിട്ട്. നിന്റെ സുഹൃത്തോ? ഓഹോ, അപ്പൊ ഈ രാഘവനുണ്ണി അസോസിയേഷനിൽ പിരിഞ്ഞു പോയ ജാസ്മിൻ അഞ്ജലി അസോസിയേഷനിൽ ചേർന്നു അല്ലേ? ജാസ്മിൻ ഒന്നും മിണ്ടുന്നില്ല. അഞ്ജലി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടും കൂടിയല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീടാകുമ്പോൾ ഇത് എൻ്റെ വീടും കൂടിയാണ്. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ക്ലയൻറ്റ് വരും, ചിലപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വരും, പിന്നെ ചിലപ്പോൾ പത്മകുമാരി തന്നെ വന്നെന്നിരിക്കും, ചിലപ്പോൾ അവർ ഒരു ദിവസമോ 2 ദിവസമോ ഇവിടെ താമസിച്ചെന്നിരിക്കും. നിയമപ്രകാരം അതിനൊരു തെറ്റുമില്ല. മനസ്സിലായോ രാഘവണ്ണി അങ്കിളിന് എന്ന് പറയുമ്പോൾ ജാസ്മിന് ചെറിയ ചിരി വരും കേട്ടോ.
രാഘവണ്ണി പറയുന്നുണ്ട്, ജാസ്മിനെ എൻ്റെ കൂടെ നിന്ന് നീ ഇപ്പൊ എൻ്റെ ചെവി കടിക്കുന്ന പരിപാടിയാണ് ഈ കാണിക്കണത്, ഇതിനൊക്കെ നീ അനുഭവിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് രാഘവണ്ണി അകത്ത് കയറി പോവണ്ട്. ജാസ്മിനോട് അഞ്ജലി പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റുവാണ് ജാസ്മിൻ കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പാർത്ഥസാരഥിനെയാണ്. പാർത്ഥസാരഥി നമ്മുടെ ആര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. ആ സമയത്ത് അവിടെ ഇന്ദിരയുണ്ട്. പാർത്ഥസാരഥിനെ കാണുമ്പോൾ ഇന്ദിര ചോദിക്കേണ്ട ആരാ എന്താ എന്ന് ചോദിക്കുകയാണ്. അല്ല ഇത് ആര്യയുടെ കാണാൻ വേണ്ടി വന്നതാണ്. ആര്യനെ കാണാൻ താൻ ആരാടോ? അല്ല ഇതാരാണാവോ? ഞാൻ ആര്യയുടെ അമ്മയാണ്. ഓ അപ്പോൾ ഇതാണ് ഇന്ദിരാദേവി അല്ലേ? അതെ. അല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് പാർത്ഥസാരഥി എന്നിങ്ങനെ പറയാണ്. അല്ല താൻ ഇവിടെ എന്തിനേ വന്നതെന്ന് ചോദിക്കുമ്പോൾ ആര്യയുടെ അടുത്ത് പാർത്ഥസാരഥി ചോദിക്കേണ്ട, ആര്യയെ താൻ ഞാൻ പറഞ്ഞ കുറിച്ച് ആലോചിച്ചായിരുന്നു. അല്ല തൻ്റെ അമ്മായി എവിടെ? അവിടെയൊക്കെ ശ്യാമള പറഞ്ഞത് ആ ഇതാര് പാർത്ഥസാരഥിയോ, വാ അകത്തേക്ക് വാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അല്ല അമ്മായി ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു, അതിന് ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്. ആര്യക്ക് സമ്മതമാണോ? ആ എനിക്ക് സമ്മതമാണ് എന്ന് ആര്യ പറയാണ്. എന്തിര പറയണ്ട എന്ത് സമ്മതം? എനിക്കൊന്നും മനസ്സിലായില്ല. ശ്യാമള പറയണ്ട ആ എന്തിരെ ഇതാണ് പാർത്ഥസാരഥി, പുതിയൊരു ചികിത്സാ രീതി ഉണ്ടത്രേ. ആ ചികിത്സാ രീതി ചികിത്സിച്ചാൽ നമ്മുടെ ആര്യമോള് നടക്കുമെന്നാണ് ഈ കൊച്ചു പറയണത്. എൻ്റെ ഏടത്ത് ഇത്ര മണ്ടിയായി പോയോ? കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെയൊക്കെ മയക്കിയെടുക്കാനും വശീകരിക്കാനും വേണ്ടി ഇതുപോലെ പല ഉടായ്പായിട്ട് ആൾക്കാർ വരും. അതിവിടെ നടക്കില്ല, നിങ്ങൾ പോയിക്കേ എന്ന് പറയാണ്. പാർത്ഥസാരഥി പറയുന്നുണ്ട് ആര്യയുടെ അമ്മയുടെ തീരുമാനം തന്നെയാണ് ആര്യക്ക്. ആര്യ നല്ലൊരു അവസരമാണ് ഇല്ലാതാക്കി തീർക്കണത്. എനിക്ക് ഉറപ്പുണ്ട് ആര്യക്ക് നടക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് ആരുടെ പറഞ്ഞത് ഞാൻ ചികിത്സിക്കുന്ന രീതിയാകുമ്പോഴേക്കും ആര്യക്ക് ഒരു മാസത്തിൽ തന്നെ നല്ല രീതിയിൽ വ്യത്യാസം അറിയാൻ സാധിക്കും. ആര്യയെ ആ വ്യത്യാസത്തിന്റെ കോൺഫിഡൻസ് തനിക്ക് എത്രയും പെട്ടെന്ന് നടക്കാൻ സാധിക്കും എന്ന് പറയാണ്. പിന്നെയും വീണ്ടും ഇന്ദിര പറയേണ്ടത് നിങ്ങളുടെ തട്ടിപ്പും കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല, പോവാൻ നോക്ക്, ഇവിടെ നിന്ന് പോവാൻ നോക്ക്. എടി ആര്യയെ വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ എന്തിനാണ് ഇവിടെ കയറ്റിക്കൊണ്ടുവന്നത്? നിനക്ക് നല്ല നല്ല ആലോചനകളൊക്കെ വരുന്ന സമയത്താണ് നീ ഇവനെ പോലത്തുള്ള ആൾക്കാർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങി പോവാൻ പറ എന്ന് പറയാണ്. അപ്പൊ ഇന്ദിര പറയണ്ട മോനെ പാർത്ഥസാരഥി ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ആര്യനെ ചികിത്സിപ്പിക്കാൻ ഞാനും ഇവളുടെ അമ്മാവനൊക്കെ സമ്മതമാണ്. ഇന്ദിരയുടെ കാര്യം ഒന്നും നോക്കണ്ട, ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമാണ്. എപ്പോഴാ ചികിത്സ തുടങ്ങുക വെച്ചാൽ അത് ചെയ്യാം എന്ന് പറയാണ്. ശരി അമ്മായി എങ്കിൽ ഞാൻ നാളെ തന്നെ വരാം. ഓ ആയിക്കോട്ടെ എന്ന് പാർത്ഥസാരഥി ഇങ്ങനെ ശ്യാമള പറയുമ്പോൾ പാർത്ഥസാരഥി ഇങ്ങനെ തലയൊക്കെ ആട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാർത്ഥൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് കാർത്തിക്കിന്റെ കൂട്ടുകാരും കൂടി അവിടേക്ക് എത്തുന്നത് കേട്ടോ. പിന്നെ പാർത്ഥസാരഥിയുടെ കയ്യിൽ നല്ല അടിയും വഴക്കും ഒക്കെ കൊണ്ടിട്ടാണ് കാർത്തിക്കും കൂട്ടുകാരെന്ന് ചമ്മി നാണം കെട്ട് തിരിച്ചു പോകുന്നത്. അങ്ങനെ അഞ്ജനിയും അതുപോലെ തന്നെ രാഘവനുണിയും ശംഖുചക്രത്തിലാണെങ്കിൽ ഭയങ്കര അടിയും വഴക്കുമാട്ടോ, വാക്ക് തർക്കം ഭയങ്കര വാക്ക് തർക്കമാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ അർജുൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അർജുൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം എതിർഭാഗത്ത് തൻ്റെ അച്ഛൻ, ഈ ഭാഗത്ത് തൻ്റെ ഭാര്യ, ആരുടെ കൂടെ നിൽക്കണം, ആർക്ക് വേണ്ടി സംസാരിക്കണം ഒന്നും അർജുൻ അറിയില്ല. അർജുൻ ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ഒരു ഭാഗവും പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രൊമോയിൽ ആകെ ഇത്രയും ഭാഗം മാത്രമേ ഇന്ന് കാണിച്ചുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.